എനിക്ക് അതിനെപ്പറ്റി അറിയത്തില്ല. നിങ്ങളിപ്പം വന്ന് ചോദിച്ചപ്പോൾ ആണ് ഞാൻ അറിയുന്നത്. കല്യാണം കഴിഞ്ഞെന്ന് ഇങ്ങനെ പലരും പറഞ്ഞ് ഞങ്ങൾ അയൽക്കൂട്ടം കൂടിക്കൊണ്ടിരുന്നപ്പോഴാണ് ആൾക്കാരിങ്ങനെ പറഞ്ഞത്. കല്യാണം കഴിഞ്ഞെന്ന് മാത്രമേ അറിയാവുള്ളൂ. വാസ്തവം ഉണ്ടെന്നാണ് കേൾക്കുന്നത്. ഇനി എല്ലാവരുടെയും ഫോണിലേക്ക് അവൾ അയക്കുന്നത്. ഇതിനെ കെട്ടിച്ച് കിട്ടുന്നൊക്കെയാണ് തോന്നുന്നത്. തീരെ അതിന് മുമ്പ് പിന്നെ ന്യൂസ് എന്ന് പറഞ്ഞില്ല, ഇതിനെ ഗവൺമെൻറ് പഠിപ്പിച്ചെന്നൊക്കെയാണ് അറിയുന്നത്. തീരെയാണ് മോള് വന്ന് പറഞ്ഞത്, അമ്മ ഇങ്ങനെ മീനുവിൻ്റെ കല്യാണം കഴിഞ്ഞു, ഇവിടുത്തെ അച്ഛനും അമ്മയെ കെട്ടിച്ച് വിട്ടെന്നൊക്കെ പറഞ്ഞു. ഇന്നലെ കണ്ടില്ല നമ്മളിത് ന്യൂസ് ശരിയല്ലായിരുന്നു, ആരുടെ ചുമ്മാ പറഞ്ഞു ഇവരെ കെട്ടിച്ച് വിട്ടെന്നും പറഞ്ഞു. എങ്ങാണ്ട് ഇച്ചിരി ദൂരെങ്ങാണ്ടുള്ളൊരു പയ്യനെ കെട്ടിയെന്നൊക്കെ പറയുന്നുണ്ട്, നമുക്കൊന്നും അറിയത്തില്ല. അപ്പം അത് പഠിച്ചു എന്ന് അപ്പം ന്യൂസിൽ കണ്ടു ആങ്ങളെ അപ്പനിപ്പിളും ജയിലിലാണ് എന്നൊക്കെ അങ്ങനെയുള്ള അറിവുള്ളൂ നമുക്ക്. അല്ലെങ്കിൽ ഇവരെക്കുറിച്ച് അറിയാൻ വേണ്ടി കെട്ടിച്ച് വിട്ടുമെന്ന് അറിയാം. എന്നാൽ ഈ വിഷയത്തിൽ യാതൊരു വിധത്തിലും പ്രതികരിക്കാൻ തയ്യാറാവുന്നില്ല കെവിൻ്റെ പിതാവ്. താൻ കൈപിടിച്ചു കൊടുത്തിട്ടാണ് വിവാഹം നടന്നത് എന്ന വാർത്തകളെപ്പറ്റി തനിക്കറിയില്ല എന്നും താൻ കൈപിടിച്ചു കൊടുത്തിട്ടില്ലെന്നും മാധ്യമങ്ങൾ അടിച്ചിറക്കുന്ന കഥകളാണ് ഇതെന്ന രീതിയിലുമാണ് കെവിൻ്റെ അച്ഛൻ പ്രതികരിക്കുന്നത്. എനിക്ക് അതിനെപ്പറ്റി അറിയത്തില്ല. നിങ്ങളിപ്പം വന്ന് ചോദിച്ചപ്പോൾ ആണ് ഞാൻ അറിയുന്നത്. ഇതുപോലെ പലരും ഈ ചാനലിൽ നിന്നൊക്കെ വിളിച്ചെന്നോട് ചോദിച്ചു, പക്ഷേ എനിക്കൊന്നും അറിയത്തില്ല. പിന്നെ അവരുടെ കറക്റ്റ് അറിയണമെങ്കിൽ വീട്ടവരോട് തന്നെ ചോദിക്കുക. ഇതിനകത്ത് ഇട്ടതാരാ അവരോട് ചോദിക്കുക. ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് നീനുവിന്റെ സ്വാതന്ത്ര്യത്തിൽ ഇടപെടാൻ കെവിന്റെ കുടുംബം ആഗ്രഹിക്കുന്നില്ല എന്നതാണ്. അതോടൊപ്പം നീനു പ്രായപൂർത്തിയായ പെൺകുട്ടി ആയതുകൊണ്ടും അവർക്ക് തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ളതുകൊണ്ടും അവരുടെ സ്വകാര്യതയെ മാനിക്കേണ്ടതുകൊണ്ടും ഇത്തരത്തിലൊരു വിഷയത്തിൽ മറ്റുള്ളവർ കൈകടത്താതിരിക്കുന്നതാവും ഉചിതമെന്നും വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. കേരളക്കര ഒന്നാകെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു കെവിൻ കൊലക്കേസ്. 2018 ഈ സംഭവം നടന്നത്. അതായത് ഇപ്പോൾ ഏകദേശം 7 വർഷം മുമ്പ് നടന്നൊരു സംഭവമാണ്. അത് വീണ്ടും കുത്തിപ്പൊക്കുകയാണ്. അത് വീണ്ടും കുത്തിപ്പൊക്കാനുള്ള കാരണമായിട്ട് വരുന്നത് നീനു വിവാഹിതയായെന്നുള്ള വാർത്തകളായിരുന്നു. അപ്പോൾ അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ എന്ന് അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് കെവിൻ്റെ റിലേറ്റീവ്സ് ആയിട്ടുള്ളവരോടും അയൽവക്കംകാരോടും ഒക്കെ അതിനെപ്പറ്റി എന്തെങ്കിലും വാസ്തവമുണ്ടോ എന്നുള്ളത് അന്ന് അന്വേഷിച്ചിട്ട് വരാം. അതോടൊപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് അന്ന് കെവിനെ തട്ടിക്കൊണ്ടു പോയ വീടിൻ്റെ മുൻഭാഗത്ത് നിന്നാണ്. ഈ വീട്ടിൽ നിന്നാണ് കെവിനെയും അതോടൊപ്പം കെവിൻ്റെ കൂടുതലുണ്ടായിരുന്ന അനീഷ് എന്ന് പറയുന്ന സഹോദരനും അതുപോലെ സുഹൃത്തുമായ അവർ രണ്ടുപേരെയും ആക്രമിച്ച് തട്ടിക്കൊണ്ടുപോയത് എൻ്റെ പിൻഭാഗത്ത് കാണുന്ന വീട്ടിൽ നിന്നാണ്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ഓരോരുത്തരോട് ചോദിച്ച് അറിയാം. നമുക്ക് നിങ്ങൾക്കൊക്കെ അയൽവക്ക ബന്ധം എന്നുള്ള രീതി അവർക്കുണ്ട്. ഇവരെ അറിയാവുന്ന ചേട്ടനൊക്കെ അറിയാം, വർക്ക്ഷോപ്പൊക്കെ ഇട്ട് അറിയാവുന്ന അങ്ങനെയുള്ള അറിവുള്ളൂ. അങ്ങനെയാണ് ഈ പയ്യനെ കൊണ്ടുപോയി മരിച്ചു എന്നൊക്കെ അറിഞ്ഞു ഞങ്ങൾ. അപ്പൊ ആ ഒരു സമയത്ത് നിങ്ങളൊക്കെ പോയി കണ്ടതല്ലാതെ പിന്നീട് അവരെ പറ്റി വിവരങ്ങളൊന്നും. പിന്നെ ഇവിടുന്ന് ഒരു വാടക മാറി വീട് ഒക്കെ വെച്ച് മാറി. അപ്പൊ ഞങ്ങൾ കൊച്ചിന് ജോലി അതിനെ കെട്ടിച്ച് വിട്ടെന്നൊക്കെയാണ് തോന്നുന്നത്. പക്ഷെ ഈരെ അത് പിന്നെ ന്യൂസ് എന്ന് പറയുന്നില്ല, ഇതിനെ ഗവൺമെന്റ് പഠിപ്പിച്ചെന്നൊക്കെയാണ് അറിയുന്നത്. നമ്മൾ തിരക്കാറില്ലല്ലോ. അപ്പൊ ഈരാണ് മോള് വന്ന് പറഞ്ഞ, അമ്മ ഇങ്ങനെ നീനുവിന്റെ കല്യാണം കഴിഞ്ഞു, ഇവിടുത്തെ അച്ഛനും അമ്മയെ കെട്ടിച്ച് വിട്ടെന്നൊക്കെ പറഞ്ഞു. ഇന്നലെ കണ്ടില്ല നമ്മ ന്യൂസ് ശരിയല്ലായിരുന്നു, ആരോട് ചുമ്മാ പറഞ്ഞാന്ന് പറയും. അപ്പൊ അതിനെ കുറിച്ചെല്ലാം നമുക്ക് വേറൊന്നും അറിയത്തില്ല. നമുക്ക് നമ്മുടെ ഈ അടുത്തുള്ള ആൾക്കാരൊക്കെ അതിനെ പറ്റി അറിയാറില്ല, ഒന്നും പറഞ്ഞു കേട്ടിട്ടുമില്ല. അപ്പൊ ഇത് അവിടെ തിരക്കാലേ അറിയാൻ പറ്റുള്ളൂ. അവരുടെ വീടിന്റെ അവിടെ തിരക്കാലേ അറിയത്തുള്ളൂ. സ്വന്തം വീടൊക്കെ ആയി. ഇതിന് ശേഷം മരിച്ചതിന് ശേഷം അവർ പിന്നീട് എത്ര നാൾക്ക് ശേഷം വീടൊക്കെ പുതുതായിട്ട് വാടകയ്ക്ക് ഒരു താമസിച്ചു. അത് കഴിഞ്ഞ വീടൊക്കെ ആയത്. കാരണം മോൻ അവിടെ വർക്ക്ഷോപ്പിൽ അവരുടെ വർക്ക്ഷോപ്പിലാണ് പണിയുന്നൊക്കെ. അങ്ങനെ അച്ഛനെയൊക്കെ ഞങ്ങൾക്ക് അറിയാം. അല്ല, നമുക്ക് ഇതിനെ കുറിച്ച് അറിയാൻ പറ്റും. ഇത് നേരാണെന്ന് ഞങ്ങൾക്കും അറിയാൻ മേല. കല്യാണം നടന്നിട്ടുണ്ടോ എന്നുള്ളതിൽ ആർക്കും ഒരു വ്യക്തത ഇല്ലെന്നുള്ള ആരും പറയാറുമില്ല. ഈ സമയം മിനിങ്ങാന്ന് കൊച്ചു എന്ന് പറഞ്ഞപ്പോഴാണ് ഞാനിങ്ങനെ അറിഞ്ഞ് ഇവരെ കെട്ടിച്ച് വിട്ടെന്നും പറഞ്ഞു. എങ്ങാണ്ട് ഇച്ചിരി ദൂരെങ്ങാണ്ടുള്ളൊരു പയ്യനെ കെട്ടിയെന്നൊക്കെ പറയുന്നുണ്ട്. നമുക്കൊന്നും അറിയത്തില്ല. ജോലി ഉണ്ടോന്നും അറിയത്തില്ല. പക്ഷെ എങ്ങാണ്ട് പഠിക്കാൻ പോയായിരുന്നു. ഈ മരിച്ചതിന് ശേഷം ഇവിടെ കുറച്ച് നാൾ ഉണ്ടായിരുന്നല്ലോ ചേച്ചി. അപ്പോൾ ആ ഒരു സമയത്ത് അതിനുശേഷം എത്ര നാൾ ഏകദേശം ഇവിടെ ഉണ്ടായിരുന്നോ അതേപ്പറ്റി അതിനെക്കുറിച്ച് ഇവരുടെ തറവാടാണ് ഈ കെട്ടടവുന്നിൻ്റെ അവിടെയാ. അവിടെ അവരുടെ ബന്ധുക്കളൊക്കെ താമസിക്കുന്നത്. അങ്ങോട്ട് പോയതായിട്ടാണ് അറിയുന്നത്. ഇത് വാടക വീടല്ലായിരുന്നു. ഇവിടെയാണ് കൊണ്ട് ഓടി വെച്ചതും കൊട്ടതും അടക്കിയതൊക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് എപ്പോഴത്തേക്ക് ഇവിടുന്ന് കാണാതെ ബാംഗ്ലൂർ പഠിക്കാനോ മറ്റു ആവശ്യത്തിന് പോയില്ല. അത് എപ്പോഴാന്ന് വല്ലതും അറിയാമോ? അറിയത്തില്ല. ഇങ്ങനെ പറഞ്ഞോളൂ. പിന്നെ ഇവരെ കുറിച്ച് നമ്മൾ തിരക്കാറില്ലല്ലോ. അപ്പം അത് പഠിച്ചു അപ്പം ന്യൂസിൽ കണ്ടു ആങ്ങളെ അപ്പനിപ്പിളും ജയിലിലാണ് എന്നൊക്കെ അങ്ങനെയുള്ള അറിവുള്ളൂ നമുക്ക്. അല്ല, നമുക്ക് ഇവരെ കുറിച്ച് അറിയാൻ പറ്റും. കെട്ടിച്ച് വിട്ടുമെന്ന് പറയാൻ മേല. കെട്ടിച്ച് വിട്ടെങ്കിൽ അതിനൊരു ജീവിതം വേണമല്ലോ. ജീവിതം വേണ്ടേ? എപ്പോഴും ഇവരുടെ ഇങ്ങനെ വീട്ടിൽ നിൽക്കാന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പം ഇവരറിഞ്ഞതിന് കെട്ടിച്ച് വിട്ടെങ്കിൽ നല്ല കാര്യം. നമുക്കൊന്നും അറിയത്തുമില്ല. ജോലി ആയോന്നും അറിയത്തില്ല കൊച്ചിന്. അന്നിളെ കണ്ടതല്ല, പിന്നെ എന്നെ കണ്ടിട്ടില്ല. പക്ഷെ ഇവരാ പഠിപ്പിച്ചതൊക്കെയാണെന്ന് അറിയുന്നുണ്ട്. നല്ല മനുഷ്യർ വരും.
പെങ്ങൾ കൊച്ചിനെ കെട്ടിച്ചിടുന്നു, അതിനും അങ്ങോട്ട് ജോലിയൊക്കെ ആയിരുന്നു. ഇവരുടെ ഫാമിലി എങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ട് അങ്ങനെ പാവപ്പെട്ട മനുഷ്യ, ഒരുപാട് കഷ്ടപ്പെട്ട് ഒക്കെ ജീവിച്ച ആൾക്കാരാ. അച്ഛനവിടെ വർക്ക്ഷോപ്പ് നടത്തുന്നത്, അനിയനും എല്ലാവരും ബുദ്ധിമുട്ടുന്ന. അങ്ങനെ ഈ പയ്യനിൽ ആയിരുന്നായിരിക്കും പ്രതീക്ഷ, അങ്ങനെയല്ല ഇങ്ങനെ ഒരു ചതിപ്പെട്ടു പോയത്. അപ്പോൾ അന്നന്നത്തെ ഒരു കിട്ടുന്നത് കൊണ്ട് ഉപജീവനം കഴിക്കുന്ന ഒരു കുടുംബ അങ്ങനെയുള്ള ആൾക്കാരാണ്. വാടകയ്ക്കാണ് താമസിച്ചുകൊണ്ടിരുന്നത്, വാടകയ്ക്ക് വെച്ചാണ് കൊച്ചിനെ കൊണ്ടുവന്നതൊക്കെ. അപ്പൊ ആ ഒരു സമയത്ത് ഇവിടെ കോളേജിലൊക്കെ പഠിക്കുന്ന ഒരു സമയമായിരുന്നല്ലോ ഈ ഒരു സംഭവം നടക്കുന്നത്. അതായത് നീനു എന്ന് പറയുന്ന ആള് ഇവിടെ BK കോളേജിൽ പഠിക്കുന്ന ഒരു സമയമാണല്ലോ. അപ്പൊ ആ ഒരു സമയത്ത് ഈ അച്ഛൻ തന്നെയായിരുന്നോ കോളേജിൽ കൊണ്ടാക്കുന്നത്, എടുക്കുന്നത്, അവരുടെ ചെലവുകളും കാര്യങ്ങളൊക്കെ വഹിച്ചുകൊണ്ടിരുന്നത്? മരണം കഴിഞ്ഞ് ഈ അച്ഛൻ തന്നെയായിരുന്നു എല്ലാം ചെയ്യുന്നത്. അതിന് പിന്നെ വേറെ ആരും പോകുന്നില്ലല്ലോ, അതിന്റെ ആൾക്കാരുടെ ഇതിലൊന്നും പോകുന്നില്ല. ഈ അച്ഛൻ തന്നെ എല്ലാം കഷ്ടപ്പെട്ട് എല്ലാം പഠിപ്പിച്ചതൊക്കെ. പിന്നെ ബാംഗ്ലൂർ പഠിച്ചെന്ന് ഇങ്ങനെ ഓരോരുത്തരും പറഞ്ഞുള്ള അറിവ് നമുക്കുള്ള, നമ്മളവരെ കാണാറില്ല. അച്ഛനെ ഇങ്ങനെ വർക്ക്ഷോപ്പിൽ വെച്ച് കാണാറുണ്ട്, അല്ലാതെ നമുക്ക് അതിനെക്കുറിച്ച് അറിയാൻ പറ്റില്ല. ഞാനിങ്ങനെ കൊച്ചു ജോലി കഴിഞ്ഞ് വന്നപ്പോൾ എന്തെങ്കിലും പറഞ്ഞു, അമ്മ ഇങ്ങനെ നീനു ചേച്ചിനെ കല്യാണം കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞു. പിന്നെ TV വാർത്തയ്ക്കകത്തും കേട്ടു. സംഭവം ശരിയാ നമുക്ക് അറിയത്തില്ല, അവിടെ തിരക്കി അറിയാമായിരിക്കും. കല്യാണം കഴിഞ്ഞു എന്നുള്ളതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ? വാസ്തവം ഉണ്ടെന്നാണ് കേൾക്കുന്നത്. ഇനി എല്ലാവരുടെയും ഫോണിലേക്ക് അവൾ അയച്ചെന്നാണ് പറഞ്ഞത്. അതായത് ആ ചേച്ചി കല്യാണം കഴിഞ്ഞിട്ടുള്ള ഫോട്ടോ അയച്ചെന്ന് അയച്ചെന്നു. അപ്പോൾ ഈ കെവിൻ്റെ അച്ഛൻ്റെ പേരും ഉണ്ടെന്നാണ് പറഞ്ഞത്. അച്ഛൻ്റെ പേര് വെച്ചിട്ടുണ്ട്. അതായത് അച്ഛൻ സമ്മതിച്ച് കല്യാണം നടത്തി എന്നുള്ള രീതിക്ക് ആണോ, അതോ അങ്ങനത്തെ രീതി ആണോ എന്ന് നമുക്ക് ശരിക്കും വിവരം കിട്ടിയിട്ടില്ല. കല്യാണം കഴിഞ്ഞെന്ന് മാത്രമേ അറിയാവുള്ളൂ. അപ്പം അവരോടൊന്ന് വിവരം ചോദിക്കുകയാണെങ്കിൽ എല്ലാം അറിയാം. നമുക്ക് കൂടുതലായിട്ട് അതേപ്പറ്റി ഒന്നും അറിയത്തില്ല, വേറൊന്നും അറിഞ്ഞൂടാ. ഒന്നും അറിയത്തില്ല. ഇത് കള്ളത്തരമാണെന്നോ അങ്ങനെ വല്ലതും പിന്നെ കള്ളത്തരമല്ല, പലരും പറഞ്ഞു കേട്ട്. കല്യാണം കഴിഞ്ഞെന്ന് ഇങ്ങനെ പലരും പറഞ്ഞ്, ഞങ്ങൾ അയൽക്കൂട്ടം കൂടിക്കൊണ്ടിരുന്നപ്പോൾ ആൾക്കാരിങ്ങനെ പറഞ്ഞത്. അവരുമായിട്ട് നിങ്ങളൊക്കെ എങ്ങനെയാണ്, നല്ല അടുപ്പമുള്ളതാണോ ആ വീട്ടുകാരുമായിട്ട്? ആ വീട്ടുകാരുമായിട്ട് ഒരു കുഴപ്പമില്ല. ശരിക്കും അറിയാവുന്നവരും സ്വന്തക്കാരും എല്ലാമാ. അവരെങ്ങനെയാണ്, എല്ലാവരുമായിട്ട് നല്ല സഹകരണത്തോടെ പോകുന്നവരാണോ? സഹകരണമുണ്ട്. വേറെ നമുക്ക് അങ്ങനത്തെ വേറെ പ്രശ്നങ്ങൾ, അന്നത്തെ കാര്യങ്ങൾ നോക്കി സമാധാനമായിട്ട് പോകുന്ന ഒരു കുടുംബം. സമാധാനമായിട്ട് പോകുന്ന ഒരു കുടുംബം. ഇവിടെ നിന്നാണ് അവരെ കൊണ്ടുപോയത്, ഈ വീട്ടിൽ നിന്നാണ് കൊണ്ടുപോയത്. ഇതായിരുന്നോ വീട്? ഞങ്ങളുടെ തറവാടാണ്. ഈ വീട്ടിൽ നിന്നാണ് അനീഷിനെ, എൻ്റെ ചിറ്റപ്പൻ്റെ മോനാണ് അനീഷ്. അപ്പം അനീഷിനെ കൊണ്ടുപോയി ഇവിടെ രണ്ടുപേരും കൊണ്ടുവന്ന് ഈ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു. അത് കഴിഞ്ഞ് അനീഷ് ഈ വീട് വിളിച്ചു. പിന്നെ പുറത്ത് പോകുമ്പോഴല്ലോ എൻ്റെ പെങ്ങളാണ് എടുത്തത്. അങ്ങനെയാണ് പറയാൻ. ഈ അനീഷ് എന്ന് പറയുന്ന ചേട്ടൻ ഇപ്പൊ വിദേശത്താണോ? ഇല്ല, ഇവിടെ ഉണ്ട്. അന്ന് രാത്രിയില് ഇവര് ഇറക്കിക്കൊണ്ട് പോയ വീടല്ലേ ഇത്? അതെ. നമുക്കത് എന്താണ് ഇങ്ങനെ ന്യൂസ് കേട്ടതുകൊണ്ട് എന്നാ സംഭവം? ചിറ്റപ്പൻ ഇവിടെ ഒരു വർക്ക്ഷോപ്പ് ജോലി ചെയ്യുന്നുണ്ട്, ബൈക്ക് വർക്ക്ഷോപ്പിലാണ്. ഇവിടുന്ന് ഒരു 1/2 കിലോമീറ്റർ ആയിട്ട് ഞാൻ വർക്ക്ഷോപ്പിൽ പറഞ്ഞു. അങ്ങനെയൊന്നും അവർക്ക് അറിയത്തില്ല, അവർക്ക് അറിയില്ലെന്നില്ല. അതൊക്കെ ചാനലുകാരിൽ പറയുന്നത് ആരോ ഇങ്ങനെയൊക്കെ എന്നൊക്കെ പറഞ്ഞു. ബാംഗ്ലൂരോ ഹൈദരാബാദിലാണ് എന്നുള്ളതല്ലാതെ പുള്ളിക്കാരനും കണ്ടിട്ടില്ല, കാണുന്നില്ല. ഇതൊക്കെ ഇപ്പൊ ഈ വീട് വാടകയ്ക്ക് കൊടുത്തേക്കാണോ?